തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വ്യാപകമെന്ന പരാതിയും ആരോപണങ്ങളും ഉയരുന്നു. എറണാകുളത്തും കാസർഗോട്ടും ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ നിരവധി ആളുകളെ ചേർത്തെന്ന് 24 അന്വേഷണത്തിൽ മനസ്സിലായി. കോഴിക്കോട് CPM-നെതിരെയും ആരോപണം ശക്തമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തൃശൂർ DCC അധ്യക്ഷനും ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. തൃശൂരിൽ നിന്ന് വിഷ്ണു, വിവരങ്ങൾ. SKN നേരത്തെ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിലും ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് തൃശ്ശൂർ DCC പ്രസിഡന്റ് ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗമായ നടത്തറ വാർഡിൽ ഒരു വീട്ട് നമ്പർ 1073, ആ വീട്ട് നമ്പറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് 5 വോട്ടുകളാണ്. എന്നാൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന അതേ വീട്ട് നമ്പറിലെ കരട് വോട്ടർ പട്ടികയിലുള്ളത് 113 വോട്ടുകളാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം തന്നെ ആരോപിക്കുന്നത് ഇത് പ്രധാനമായി ഇതിന്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ സോഫ്റ്റ്വെയർ, അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ പ്രകാരം അതിൽ ഒരാളുടെ പേരും വിവരങ്ങളും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും പഞ്ചായത്തിൽ അയാൾക്ക് വോട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അതവിടെ ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുകയും അത് ആ പഞ്ചായത്തിലേക്ക് പോയി ഒരു വോട്ടായി അത് മറ്റു പഞ്ചായത്തിലുള്ള വോട്ട് കട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ നിലവിലെ സോഫ്റ്റ്വെയർ അനുസരിച്ച് അതിനുള്ള സാധ്യതയില്ല. അത് ഇരട്ട വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വഭാവം പൊതുവായി ഈ പുതിയ സോഫ്റ്റ്വെയറിനുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ തകരാറ് മൂലമായിരിക്കാം ഇത്തരത്തിൽ 113 വോട്ടുകൾ 5 വോട്ടുണ്ടായിടത്ത് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി നിലവിൽ ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് DCC പ്രസിഡന്റ്. ഇത് പരിഹരിച്ചില്ല എങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പല സ്ഥലങ്ങളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം നേരിയ ഭൂരിപക്ഷത്തിനൊക്കെ ഭരണം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്രമക്കേട് അല്ലെങ്കിൽ ഇറർ സംഭവിച്ചാൽ അത് ഭരണത്തെ തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ വേണമെന്നാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.